ഹലോ ഗായ്സ്, അപ്പോൾ അതെ നമ്മൾ വ്ളോഗ് എടുക്കാനായിട്ട് ശാന്തിപുരം അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാണാം. ഞാനും ഉണ്ണിച്ചേട്ടനും സബിയും പിന്നെ ഷർണ ചേച്ചി, ഞങ്ങൾ 4 പേര്. അവർ രണ്ടുപേരും ബൈക്കിൽ, അവർ എൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. ഞാൻ ബാക്കിൽ ആക്റ്റീവ് ഓടിച്ചോട്ട് പുറകിൽ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇരിക്കുന്ന ഷർണ ചേച്ചിയാണ്, ചേട്ടൻ്റെ കൂടെ സബിയാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. അപ്പം നമ്മൾ പുറകിൽ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷം കാണാം. ഗായ്സ്, അങ്ങനെ എൻ്റെ ഫ്ലോപ്പായ കേട്ടോ മഴ കാരണം. ഞങ്ങൾ കയറി നിൽക്കുവാണ്. സൂപ്പർ മഴയാണ് കേട്ടോ. വണ്ടി എവിടെ നിൽക്കുക. ഈ ഒരു മഴ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു, എന്നാലും ഇത്ര സ്പീഡിൽ പെട്ടെന്ന് പെയ്യുമെന്ന് വിചാരിച്ചില്ല. ഗായ്സ്, അങ്ങനെ ഫ്ലോപ്പായി നമ്മുടെ പ്ലാൻ. ശാന്തിപുരം വ്ളോഗ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം പ്ലാൻ ചേഞ്ച് ചെയ്തേക്കുന്നത് പുതുപ്പള്ളി ചെന്നിട്ട് നമുക്ക് അവിടെ വ്ളോഗ് എടുക്കാനാണ് കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ അതേ ശാന്തിപുരത്തിന് പോകാനായിട്ട് പറ്റിയില്ല. നമ്മൾ മഴ കാരണം നമ്മൾ തിരിച്ച് പാർക്കുളം ഇവിടെ വന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ഉണ്ണിച്ചേട്ടനും ഷർണ ചേച്ചിയും സ്ഥിരം ചായ കുടിക്കാൻ വരുന്ന സ്പോട്ടാണ് കേട്ടോ. നമ്മൾ വന്നത് സൺഡേ ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത് തമിഴരുടെ കടയാണ്. മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഫുഡ് കഴിക്കാൻ തന്നെ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ആ ഉഴുന്നുവട കഴിക്കാൻ. നല്ല ചൂട് ഉഴുന്നുവടയാണെന്ന് എപ്പോഴും ചേട്ടൻ പറയും, നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ ഈ കടയിൽ നിന്ന്. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഉഴുന്നുവടയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇവിടെ ഏത്തക്കപ്പം ഇല്ലായിരുന്നു, ഏത്തക്കപ്പമാണ് കൂടുതൽ എൻ്റെ ഫേവറേറ്റ്. പിന്നെ നല്ല ചൂട് ഉഴുന്നുവടയാണ് കേട്ടോ ഗൈസ്. ബൂസ്റ്റ് ചായ കുടിച്ചു. ഇപ്പം നമ്മൾ പോവാണ്. ഇനിയിപ്പം നമ്മൾ നേരെ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. കൂടെ വന്നവർ വണ്ടി എവിടെ നിർത്തുന്നു നമ്മൾ അവിടെ പോയി വ്ളോഗ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഗായ്സ്, നമ്മൾ പുതുപ്പള്ളി പോകുന്ന വഴിയിൽ ആമ്പൽ കണ്ടു കേട്ടോ. എൻ്റെ പുറകിൽ കാണാമല്ലോ. പക്ഷെ പൂത്തിട്ടില്ല അല്ലേ ചേച്ചി? പൂത്തിട്ടില്ല പറഞ്ഞു. രാവിലെയും വൈകുന്നേരമാണ് വിരിയുന്നത്. ഇപ്പോൾ പൂത്തിട്ടില്ല. നമ്മൾ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് പോവാണ്. നമ്മൾ ആമ്പിളിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തോട്ടെ. നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു ബ്രിഡ്ജ് കണ്ടോ നിങ്ങൾ? ഈ ഒരു ബ്രിഡ്ജാണ് ക്ലാസ്മേറ്റ് സിനിമയിൽ കാവ്യമാധവനും ജയസൂര്യയും ഉള്ള ഒരു സീനുണ്ട് കേട്ടോ. ആ സിനിമയിൽ അത് ഈ ഒരു ബ്രിഡ്ജായിരുന്നേ. ഇനി നമ്മൾ വണ്ടി എങ്ങും നിർത്തുന്നില്ല ഗൈസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പുതുപ്പള്ളി പള്ളിയാണ് കേട്ടോ. അതായത് നിങ്ങൾ തംബ്ലൈൻ കണ്ടതുപോലെ തന്നെ നമ്മൾ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ് കേട്ടോ. ഇതിന് ഫസ്റ്റ് ടൈമാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത്. ഇതുവരെ ഞാൻ കല്ലറ കണ്ടിട്ടില്ല കേട്ടോ. ഹേ ഗൈസ്, ഫൈനലി ഇതേണ്ട നമ്മൾ ചർച്ചിലെത്തി കേട്ടോ. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് പുതുപ്പള്ളി. ഇവിടെയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ.
അപ്പോൾ ഗൈസ് നമ്മൾ പുതുപ്പള്ളി പള്ളി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വീഡിയോ എടുത്തത് അതിൻ്റെ ഫ്രണ്ടിൽ ആണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇനിയിപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറകിൽ കാണാമല്ലോ, വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പള്ളിയിലോട്ട് വന്നു കേട്ടോ. നമ്മൾ ഇനിയിപ്പം അകത്തോട്ട് കയറാം. ഗൈസ് അതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് വരുന്നത്. നമ്മൾ വണ്ടി അതിലാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഞാൻ നിൽക്കുന്ന അവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ച് വരുന്നത്. അപ്പോൾ എവിടെയാണ് കല്ലറ വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചർച്ചിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറുന്നില്ല, ചർച്ചിൻ്റെ അകത്ത് കയറുന്നില്ല. നമ്മൾ ജസ്റ്റ് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ നമ്മൾ കല്ലറ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പോകും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വ്ളോഗിൽ. നമ്മൾ വന്നപ്പം ഏകദേശം ഒരു വൈകുന്നേരം 6 മണിയായി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 4 മണി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശാന്തിപുരം പോകാനായിട്ട് പകുതി വഴി ആയപ്പോഴാണ് തിരിച്ച് നമ്മൾ പുതുപ്പള്ളിക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തൊന്നുമല്ല പുതുപ്പള്ളി വ്ളോഗ്. നമ്മൾ ഓൺ ദി സ്പോട്ട് നമ്മൾ പുതുപ്പള്ളി വേറെ ശാന്തിപുരം അല്ലെങ്കിൽ നമുക്ക് പുതുപ്പള്ളി എന്ന ഒരു ഡിസിഷനിൽ നമ്മൾ വന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വീടിൻ്റെ അടുത്ത് പുതുപ്പള്ളിയാണ് കൂടുതലും, വാകത്താനം അവിടെയാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതുപ്പള്ളിയാണ് ഒന്നുകൂടെ അടുത്തത്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ചർച്ചിൽ വരുന്നതും പിന്നെ നമ്മൾ ഈ കല്ലറ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എവിടെയാണ് കല്ലറ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ കുറേ നേരം നിന്നിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിലോട്ട് പോകുന്നത് കേട്ടോ. ബാക്ക് സൈഡിലാണ് കല്ലറ വരുന്നത്. അപ്പോൾ ഗായ്സ് ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഗായ്സ് അങ്ങനെ ഞാൻ ബാക്കിലോട്ട് നടക്കുവാണ്. നടക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി വന്ന് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി വരുമ്പോൾ ശ്രദ്ധിക്കണേ. ഈ കിടക്കുന്ന കല്ല് കണ്ടോ, ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കുറേ മൂർക്കം പാമ്പും അല്ലാത്ത പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പള്ളിയിലൊക്കെ വരുന്നവർ, ഇങ്ങോട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. പാമ്പൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പാമ്പുണ്ടെന്നാണ് ആ ഒരു സെക്യൂരിറ്റി പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോകാൻ നേരം ആയപ്പോഴാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ കണ്ടില്ല പാമ്പിനെ ഒന്നും. ഞങ്ങൾ ഇറങ്ങാൻ നേരമായപ്പോൾ എനിക്ക് പാമ്പിൻ്റെ കാര്യം കേൾക്കുമ്പോഴേ പേടിയാണ്. ഞങ്ങൾ ഇറങ്ങാൻ നേരമായപ്പോഴാണ് ആ സെക്യൂരിറ്റി വന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഈ കല്ലിൻ്റെ ഒക്കെ ഇടയ്ക്ക് ചെറിയ ചെറിയ പാമ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ നടന്ന് വന്ന് കല്ലറയുടെ ഫ്രണ്ടിലായ കേട്ടോ. ഇതാണ് നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ വരുന്നത്. അപ്പോൾ ഞാൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു കല്ലറയിൽ. ഞാൻ ഒരു ഫസ്റ്റ് ടൈം കാണുന്നതായതുകൊണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് ഒരു ഇമോഷണലി ഒരു കണക്റ്റ് ആയി കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു വീഡിയോ എടുക്കുമ്പോഴാണ്, ഒരു വ്ളോഗിൻ്റെ കാര്യത്തിന് വന്നാണെങ്കിലും എനിക്ക് പെട്ടെന്നൊരു സങ്കടം വന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ. അങ്ങനെ ഫ്ലവേഴ്സും ലെറ്റേഴ്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നവർ കേട്ടോ. പിന്നെ ഇത് സൺഡേ ഈവനിങ് ആയതുകൊണ്ട് ചർച്ചിൽ നല്ല പ്രെയറുണ്ട്. പ്രെയർ കഴിഞ്ഞ് വരുന്നവരെല്ലാവരും കല്ലറയിൽ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പോകാൻ നേരമായപ്പം ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചാട്ടോ. അത് നിങ്ങളോടൊന്ന് ജസ്റ്റ് കാണിക്കാമേ. ഇവർ ഫോട്ടോ എടുക്കുന്ന ഗ്യാപ്പിൽ ഞാൻ പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ നടന്നു വന്നപ്പോൾ ഒരു കാര്യം കണ്ടട്ടോ. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാം. ഈ ഒരു സൈഡിൽ തന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ അവിടെ ചെടി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല വന്നപ്പം. ഞാൻ ഒരു കണ്ട കാര്യം കാണിക്കാമേ. ഇതുകൊണ്ട് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്ട്രെയിറ്റ് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു രീതിയിലാണ് കേട്ടോ നിന്ന് കാണിക്കുന്നത്. അടുത്ത് ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇതുണ്ടോ,
പ്രാവുംകൂട് അല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് പ്രാവുംകൂട്. ചേച്ചിയാണ് ഇത് പറഞ്ഞ്, ഞാൻ ശ്രദ്ധിച്ചില്ല, അപ്പോൾ ചേച്ചിയാണ് കാണിച്ചു തന്നത്. ഇതാണ് പ്രാവുംകൂടെന്ന്. അപ്പം നമ്മുടെ ഈ കല്ലറയുടെ സൈഡിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ പ്രാവുംകൂട്. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ്. 6:30 ആവുന്നു കേട്ടോ. ഇരുട്ടി വരുന്നു, നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ, നമ്മൾ വീട്ടിൽ പോവാണ്. ഉണ്ണിച്ചേട്ടനും സാബിയും ഷർണ ചേച്ചി, ഞങ്ങൾ 4 പേര് 2 വണ്ടിയിലാണ് കേട്ടോ വന്നത്. സമയം ഇത്രയൊക്കെ ആയി. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.